Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. 2025 ഒരു പ്രസംഗകൻ യേശു സെപ്റ്റംബർ 23 തിരികെ വരുമെന്ന് ഇന്റർനെറ്റിനോട് പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ അവനെ വിശ്വസിച്ചു. സെപ്റ്റംബർ 24 എത്തി, പിന്നെ സെപ്റ്റംബർ 25 എത്തി. എന്നാൽ എല്ലാവരും ഇന്നും ഇവിടെ തന്നെയുണ്ട്. ഇത് വർഷങ്ങൾക്കൊരിക്കൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഒരു പ്രസംഗകൻ ഒരു തീയതി പ്രഖ്യാപിക്കുന്നു, വിശ്വാസികൾ തയ്യാറെടുക്കുന്നു, തീയതി കടന്നുപോകുന്നു, ഒന്നും സംഭവിക്കില്ല. എന്നാൽ ആരും ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. Date is final. I'm not changing my mind. On the 23rd of September, the Lord Jesus Christ will come. I believe that this is the year 2025. September 23rd, there will be this catching up. Jesus physically appeared in front of me and told me on the 23rd and the 24th, I will come to take my church. Jesus is coming. Feast of Trumpets, we are going home. The rapture will occur this month. So he's pointing out the 23rd. For some reason, I believe it's the rapture. I asked God for my own confirmation, and I get that. I think rapture confirmations pointing to September 23, 24, the Feast of Trumpets in the year 2025. റാപ്ചർ, യേശുവിന്റെ തിരിച്ചുവരവ്, ലോകാവസാനം എന്നിവ സംബന്ധിച്ച നിരവധി മാനുഷിക പ്രവചനങ്ങൾ അടുത്തിടെ ഉണ്ടായി. പക്ഷേ അവ ഒന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഇവയിൽ പ്രധാനപ്പെട്ടത് ചിലത് നമുക്ക് നോക്കാം. വില്യം മില്ലർ, ഒരു അമേരിക്കൻ പ്രസംഗകൻ, ബൈബിൾ കണക്കുകൂട്ടലുകൾ ഉപയോഗിച്ച് 1843, 1844 കാലഘട്ടത്തിൽ യേശു തിരികെ വരുമെന്ന് പ്രവചിച്ചു. ആയിരക്കണക്കിന് ആളുകൾ കാത്തിരുന്നു, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ഇത് ചരിത്രത്തിലെ വലിയ നിരാശ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചാൾസ് തസി റുസെൽ, യഹോവ സാക്ഷികളുടെ സ്ഥാപകൻ, യേശു 1914 അദൃശ്യമായി തിരികെ വരും എന്ന് പഠിപ്പിച്ചു. പിന്നീട് അത് ആത്മീയമായി സംഭവിച്ചു എന്ന് വ്യാഖ്യാനം മാറ്റി. പ്രവചനം യാഥാർത്ഥ്യമായി നടന്നില്ല. ഹെർബർട്ട് ആർമിസ്ട്രോങ് പലതവണ ലോകാവസാനം പ്രവചിച്ചു, പ്രത്യേകിച്ച് 1975 സംഭവിക്കുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. ഹാൾ ലൈൻസെയർ തന്റെ പുസ്തകത്തിലൂടെ 1980കളിൽ റാപ്ചർ സംഭവിക്കാമെന്ന് സൂചന നൽകി. ഇത് വലിയ സ്വാധീനമുണ്ടാക്കി, പക്ഷേ പ്രവചനങ്ങൾ നടന്നില്ല. എഡ്ഗർ വൈസെയ്നന് 1988 88 റീസൺസ് എന്ന പുസ്തകം എഴുതി. പ്രത്യേക തീയതികളും നിർദ്ദേശിച്ചു. ഒന്നും സംഭവിച്ചില്ല. പിന്നീട് 1989, 1993 എന്നിങ്ങനെ തീയതികൾ മാറ്റി. എന്നാലും പരാജയം. ഹറോൾഡ് ക്യാമ്പിങ് ലോകാവസാനം 1994 ഉണ്ടാകും എന്ന് പ്രവചിച്ചു. പിന്നീട് 2011 മെയ് 21 റാപ്ചർ സംഭവിക്കും എന്ന് പറഞ്ഞു. ആ ദിവസവും കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. പിന്നീട് 2011 ഒക്ടോബറിലേക്ക് മാറ്റി. വീണ്ടും പരാജയം. 2020 മുതൽ 2025 വരെ നടന്ന സോഷ്യൽ മീഡിയ പ്രവചനങ്ങൾ. ടിക്ടോക്ക്, യൂട്യൂബ് മുതലായ പ്ലാറ്റ്ഫോമുകളിൽ നിരവധി ആളുകൾ പ്രത്യേക തീയതികൾ പ്രവചിച്ചു. പ്രധാനമായും 2025 സെപ്റ്റംബർ 23 പോലുള്ള തീയതികൾ വൈറലായി. ഒന്നും സംഭവിച്ചില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 1800 വർഷങ്ങൾ, അതായത് ആദ്യ ക്രിസ്ത്യൻ ചരിത്രത്തിൽ റാപ്ചർ തീയതികളുടെ പ്രവചനം എന്ന ആശയം ഉണ്ടായിരുന്നില്ല. ആദിമസഭയിലെ അംഗങ്ങൾ ഭാവിയിൽ നടക്കുന്ന ഉൽപ്രാവണത്തെ പറ്റി പറയുന്നില്ല. ഒരു മധ്യകാല തത്വചിന്തകനും പറയുന്നില്ല. ഒരു നവോത്ഥാന നേതാവും പറയുന്നില്ല. പിൽക്കാലത്ത് വന്ന പ്രവചനങ്ങൾ പലതവണ ആവർത്തിച്ചു. ഓരോ തവണയും പരാജയപ്പെട്ടു. ഓരോ തലമുറയും വീണ്ടും അതേ പിഴവ് ആവർത്തിക്കുന്നു. അതാണ് ചരിത്ര സത്യം. പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യം, എല്ലാം മാറ്റിമറിക്കുന്ന ചോദ്യം. റാപ്ചർ ഇത്ര വ്യക്തമായി ബൈബിളിൽ ഉണ്ടെങ്കിൽ അതിനെ കാണാൻ 1800 വർഷങ്ങൾ എന്തിനെടുത്തു? 1830 വരെ ജീവിച്ചിരുന്ന ഏതൊരു ക്രിസ്ത്യാനിയും നടക്കാനിരിക്കുന്ന ഉൽപ്രാവണത്തെ പറ്റി ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താവും അതിന്റെ കാരണം? അങ്ങനെയെങ്കിൽ ഈ റാപ്ചർ പ്രവചനങ്ങളുടെ പിന്നിലുള്ള സത്യം എന്താണ്? യേശുവോ, അപ്പസ്തോലന്മാരോ, അതോ കള്ളപ്രവാചകന്മാരോ? എടുക്കപ്പെടും, ലാറ്റിനിൽ റാപ്റ്റസ്. ആ വാക്കിന്റെ അർത്ഥം പിടിച്ചെടുക്കുക, അപഹരിക്കുക. ഇവിടെ നിന്നാണ് റാപ്ചർ എന്ന പദം വന്നത്. ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പുതിയ പ്രധാന സിദ്ധാന്തമാണ് പ്രീ ട്രിബുലേഷൻ റാപ്ചർ, അതായത് മഹാപീഡനകാലത്തിന് മുൻപ് യേശു രഹസ്യമായി തിരിച്ചെത്തി ക്രിസ്ത്യാനികളെ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോകും എന്ന വിശ്വാസം. അപ്പോൾ റാപ്ചർ ഒരു മനുഷ്യ സൃഷ്ടിയാണോ? അത് എങ്ങനെ കോടിക്കണക്കിന് ആളുകളിലേക്ക് വ്യാപിപ്പിച്ചു? ഇത് പല ക്രിസ്ത്യാനികളും കേട്ടിട്ടില്ലാത്ത കഥയാണ്. 1830 അയർലൻഡിലെ ജോൺ നെൽസൺ ഡാർബി, അവൻ 1800 ലണ്ടനിൽ ജനിച്ചു. അസാധാരണ ബുദ്ധിമാൻ. ട്രിനിറ്റി കോളേജ് ഡബ്ലിനിൽ ഒന്നാമനായി ബിരുദം നേടി. പിന്നീട് ആംഗ്ലിക്കൻ പുരോഹിതനായി. എന്നാൽ സഭയോട് എതിർത്തു. 1820കളുടെ അവസാനത്തിൽ അവൻ ബൈബിൾ വായനയ്ക്ക് ഒരു പുതിയ ചട്ടക്കൂട് രൂപപ്പെടുത്തി. വിഭജന പഠനം. ഇപ്പോഴത്തേത് സഭാകാലം, ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതിയിലെ ഒരു ഇടവേള. യേശുവിന് പോലും അറിവില്ലായിരുന്ന കൃപായുഗം. ഈ സഭാകാലം അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ രഹസ്യ വരവോടെ. അതിലെ പ്രധാന നീക്കം ഇതായിരുന്നു: ദൃശ്യമായ രണ്ടാം വരവിന് മുൻപ് നടക്കുന്ന ഒരു രഹസ്യ സംഭവം.
അപ്പോൾ വിശ്വാസികൾ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അതിനുശേഷം 7 വർഷത്തെ മഹാപീഡനം. പിന്നെ മാത്രമേ ക്രിസ്തു വന്ന് രാജ്യം സ്ഥാപിക്കൂ. 2 വരവുകൾ, വ്യത്യസ്ത സംഭവങ്ങൾ, ഒന്ന് രഹസ്യം, മറ്റൊന്ന് പരസ്യം. ഇത് 1800 വർഷം വരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഡാർബിയുടെ ആശയങ്ങൾ സങ്കീർണമായിരുന്നു. ഇത് ജനങ്ങളിൽ എത്തിച്ചത് മറ്റൊരാൾ, സൈറസ് സ്കോഫീൽഡ്. 1909 സ്കോഫീൽഡ് റെഫറൻസ് ബൈബിൾ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഒരു പുതുമയോടെ വചനത്തിനൊപ്പം പഠനക്കുറിപ്പുകൾ. ആ കുറിപ്പുകൾ ഡാർബിയുടെ ആശയങ്ങൾ പഠിപ്പിച്ചു. വായനക്കാർക്ക് അത് ബൈബിളിന്റെ ഭാഗം പോലെ തോന്നി. റാപ്ചർ, 7 വർഷങ്ങൾ, ഇസ്രായേലും സഭയും തമ്മിൽ വേർതിരിക്കൽ. ഇവ ബൈബിൾ പറയുന്നത് പോലെ ആളുകൾക്ക് തോന്നി. 10 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റു. അവിടെ നിന്ന് ഹാൽ ലിൻഡ്സിയുടെ ദ ലേറ്റ് ഗ്രേറ്റ് പ്ലാനറ്റ് എർത്ത്, പിന്നെ ടിം ലഹയുടെ ലെഫ്റ്റ് ബിഹൈൻഡ് പരമ്പര. അങ്ങനെ നിരവധി ചലച്ചിത്രങ്ങൾ, കോൺഫറൻസുകൾ, സ്റ്റിക്കറുകൾ, ടിക്ടോക്ക് പ്രവചനങ്ങൾ. ഒന്നും സംഭവിക്കാത്ത തീയതികൾ ഇന്നും പ്രവചിക്കപ്പെടുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ 1830 ഒരു മനുഷ്യൻ. രഹസ്യ റാപ്ചർ, 7 വർഷ കണക്ക്, വിഭജന പഠനം, എല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. 1800 വർഷങ്ങൾ വരെ ആരും ഭാവിയിൽ നടക്കുന്ന ഉൽപ്രാവണത്തിൽ വിശ്വസിച്ചില്ല. കാരണം അതവരുടെ ശ്രദ്ധയിൽ പെടാതെ പോയതുകൊണ്ടല്ല, അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ ഇല്ലാത്തതിനാലാണ്. ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? പൗലോസ് പറഞ്ഞു, കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവര് നിദ്ര പ്രാപിച്ചവർക്കു മുന്നിലായിരിക്കുകയില്ലെന്നു കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാന വചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുകയും ക്രിസ്തുവിലെ മരണമടഞ്ഞവര് ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവര് ആകാശത്തിലെ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. The Lord himself will descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds, to meet the Lord in the air. ആദ്യ നോട്ടത്തിൽ ഇത് റാപ്ചർ സിദ്ധാന്തം പറയുന്നത് പോലെ നമുക്ക് തോന്നാം. വിശ്വാസികൾ അപ്രതീക്ഷിതമായി ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് ആകാശത്തിൽ ക്രിസ്തുവിനെ കാണുന്നു. മറ്റു വാക്യങ്ങളും ഈ വിശ്വാസത്തെ പിന്തുണക്കുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ നാം കാണാതെ പോകുന്ന, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവര്, ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവര്. ഈ വാക്കുകൾ നാം ശ്രദ്ധിക്കുന്നില്ല. അതായത് ഈ ലേഖനം എഴുതിയത് ആർക്കു വേണ്ടിയാണോ, ആരെ ഉദ്ദേശിച്ചാണോ? അവർ ജീവനോടെ ഇരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സത്യം നാം മറന്നു കളയുന്നു. പൗലോസ് വീണ്ടും പറയുന്നു. And 1 Corinthians 15 verses 51 to 52, we shall not all sleep, but we shall all be changed in a moment, in the twinkling of an eye, at the last trumpet. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തില് നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാല് കാഹളം മുഴങ്ങുകയും മരിച്ചവരെ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇവിടെ നാം എല്ലാവരും മരിക്കുന്നതിന് മുന്നേ അവസാന കാഹളത്തിൽ നാം മാറ്റപ്പെടും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 14 യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, പിന്നെ ഞാൻ വീണ്ടും വരും, നിങ്ങളെ എനിക്കരികിൽ ചേർക്കും. നിങ്ങൾക്കായി നിങ്ങളെ എന്നൊക്കെ യേശു ശിഷ്യന്മാരോട് പറയുന്നു. ഇവയെ ഗൗരവത്തോടെ പഠിക്കണം, തള്ളിക്കളയരുത്. അപ്പോൾ ആദിമസഭ എന്താണ് വിശ്വസിച്ചത്? കാണാൻ പുറപ്പെടുക. ഒരു രാജാവ് നഗരത്തിലേക്ക് വരുമ്പോൾ അവന്റെ ജനങ്ങൾ നഗരത്തിൽ നിന്ന് പുറപ്പെടുന്നു. രാജാവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എടുക്കപ്പെടൽ ഒരു രക്ഷപ്പെടലല്ല, മറിച്ച് സ്വാഗതം ചെയ്യലാണ്. അതിനാൽ ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ അവർ മുകളിലേക്ക് പോയി, പിന്നെ അവനോടൊപ്പം ഭൂമിയിൽ തിരിച്ചെത്തി. കൂടാതെ പൗലോസ് നൽകിയ വിവരണം നോക്കൂ. ആജ്ഞാന വിളി, ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശബ്ദമുള്ള സംഭവം. ഇതിൽ രഹസ്യമൊന്നുമില്ല. എന്നാൽ ആളുകൾ പറയുന്നു റാപ്ചർ രഹസ്യമായിരിക്കും. പക്ഷേ വചനങ്ങൾ അതിന്റെ വിപരീതം പറയുന്നു. യേശു വെളിപ്പാട് പുസ്തകത്തിൽ 7 തവണ പറഞ്ഞു, ഞാൻ ഉടനെ മടങ്ങി വരുന്നു. അതെ, 2000 വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരും എന്നല്ല. AD 33 ക്രിസ്തു പറഞ്ഞു, ഞാൻ ഈ തലമുറയിൽ തന്നെ മടങ്ങി വരും. അതായത് 40 വർഷങ്ങൾ. AD 70 ദേവാലയ നാശത്തിന് ശേഷം അവൻ മടങ്ങി വന്നു. ആദ്യ സഭ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല, എന്നാൽ അതിലൂടെ നിലനിൽക്കുമെന്ന് വിശ്വസിച്ചു. അവർ ഓടി രക്ഷപ്പെട്ടില്ല, അവർ സഹിച്ചു നിന്നു. അങ്ങനെ യോഹന്നാൻ ജീവിച്ചിരിക്കെ യേശു മടങ്ങി വന്ന് തന്റെ രാജ്യം സ്ഥാപിച്ചു. 1800 വരെ സഭ പഠിപ്പിച്ചത് ക്രിസ്തുവിന്റെ ആ ദൃശ്യമായ മഹിമയുള്ള വരവ് അത് സംഭവിച്ചു. അത് ഒരിക്കൽ കൂടി സംഭവിക്കും. 7000 വർഷങ്ങൾ പൂർത്തിയാവുമ്പോൾ നൈസീൻ വിശ്വാസപ്രമാണം പറയുന്നു, അവൻ മഹിമയിൽ വീണ്ടും വരും, ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിക്കാൻ. അതെ, അവൻ ഇനി വരുന്നത് പ്രവൃത്തികളുടെ അവസാന വിധി നടത്തുവാൻ വേണ്ടി.
അത് സംഭവിക്കുന്നത് സാത്താന്റെ അല്പകാലത്തിന്റെ അവസാനം, അതായത് 1007 ദിവസങ്ങൾ പൂർത്തിയാവുമ്പോൾ. ഇപ്പോൾ വ്യക്തമായി പറയാം, ക്രിസ്തു വരില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവൻ തീർച്ചയായും വരും. എസെക്കിയേൽ 38-ാം അധ്യായത്തിൽ പ്രവചിച്ചത് ഉടനെ സംഭവിക്കും. അങ്ങനെ അനേകം ജനതകളുടെ മുമ്പില് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എന്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് യാഹ്വ എന്ന് അപ്പോൾ അവരറിയും. ക്രിസ്തു വരുന്നു, രഹസ്യമായി അല്ല, നിശബ്ദമായി അല്ല. സകലരും അവനെ കാണും, എല്ലാ മുട്ടുകളും മടങ്ങും. യേശു ക്രിസ്തു യാഹ്വ ആണെന്ന് എല്ലാ നാവുകളും സമ്മതിക്കും. അവനിൽ വിശ്വസിച്ചവർ പുതിയ ഭൂമിയിൽ അവനോടൊപ്പം നിത്യമായി വാഴും. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon. Jesus is coming. Get your houses in order. There's no time to play. Feast of Trumpets, we are going home. You have to listen to what I say, because the words that are coming out of my mouth are coming straight from the mouth of the Almighty God. I took that to the Lord in prayer, and I got my confirmations, which are about 34 confirmations that the rapture will occur this month. It's actually September 23/24, but many people say September 23 because no one knows the day or hour, right? So it's either of those 2 days, but it's really Rosh Hashanah, Feast of Trumpets. So I found out about it through Brother Joshua on Sam Twin's channel. He was not lying. Joshua, I could sense that he was a very sincere person. He didn't have anything to benefit from what he was doing because he simply comes out as a messenger. September 23rd to the 24th, mark my words. They say God said. It did not happen.